Hello, Assalamu alaikum. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റൈസ് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു റൈസാണ്. നമ്മൾ ലബനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒറിജിൻ എന്ന് പറയുന്നത് ലബനാൻ തന്നെയാണ്. പിന്നെ സിറിയ, ഫലസ്തീൻ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന അവരൊക്കെയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തും കിട്ടും കേട്ടോ. എല്ലായിടത്തും കിട്ടുന്ന ഒരു അവൈലബിൾ ആയിട്ടുള്ള റൈസ് തന്നെയാണ്. ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ. അപ്സൈഡ് ഡൗൺ എന്നാണ് ഇതിന് പറയുക തന്നെ ചെയ്യുക. ഇതിൻ്റെ പേരാണ് മക്ലൂബ. മക്ലൂബ എന്ന് പറയുന്നത് തന്നെ ഇതിങ്ങനെ തിരിച്ചിടുന്നതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഇഷ്ടം പോലെ വെജിറ്റബിൾസ് ആണ്. ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ തന്നെ മീറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് ഫ്ലേവറിലുള്ള ചോറാണ് ഇതിലുണ്ടാവുക. രണ്ട് ഫ്ലേവറിലുള്ള റൈസും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് വെജിറ്റബിൾസും മീറ്റും എല്ലാം കൂടെ ലെയറായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുക. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന രീതിക്കാണ് ഒരു പ്രത്യേകത. ഇത് അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ പൊടിഞ്ഞിട്ടല്ല ഉണ്ടാവുക. ആ ഒരു ലെവലിൽ കറക്റ്റിൽ നിൽക്കണം. ഈ ബുറാക്ക് ഷെഫിനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അവരൊക്കെ ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു റൈസ് നമുക്കും വീട്ടിൽ എങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പിന്നെ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലോങ് പ്രൊസീജിയർ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട്. ആർക്കും മുഷിപ്പൊന്നും തോന്നരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവരും കണ്ടിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു അടിപൊളി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കംപ്ലീറ്റ് എല്ലാ സാധനവും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മസാലയാണ് ഇതിന് നിർബന്ധമായിട്ട് വേണ്ടിയത്. ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ലെബനീസ് മസാലയാണ്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ലബനീസ് മസാല നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് റെഡിമെയ്ഡ് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാനത് വീട്ടിൽ ഉണ്ടാക്കണമെന്ന് കൂടാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചത് കുറച്ച് പട്ടൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പു, പിന്നെ ഏലക്കായ് വേണം. നമ്മൾ സാധാരണ പച്ച ഏലക്കായാണ് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല ജീരകം അതൊരു ടീസ്പൂണാണ് എടുത്തത്. ഇതിൻ്റെയൊക്കെ അളവൊക്കെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കാടമും ബ്ലാക്ക് കളറിലുള്ള ഏലക്കായാണ്. അതും രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 എരിവില്ലാത്ത 2 മുളക് കേട്ടോ, സാധാരണ മുളക്. പിന്നെ ഒരു ബേ ലീഫ് അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉണക്ക നാരങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ മന്തിയിലൊക്കെ ഇടുന്ന ഉണക്ക നാരങ്ങ. പിന്നെ കുരുമുളക് നമ്മളെ ബ്ലാക്ക് പെപ്പറാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വേണ്ടിയത്. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് വേണ്ടിയത് പച്ച മല്ലിയാണ്. അപ്പം മല്ലി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത് പാപ്രിക്ക എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. മുളക് പൊടി പോലത്തെ ഒരു പൊടിയാണ്. എന്നാലും എരിവൊന്നും ഉണ്ടാവില്ല. കുറച്ചൊരു സ്വീറ്റാണ്. അതാണ് പാപ്രിക്ക. അതും ഇതിന് നിർബന്ധമായിട്ട് വേണ്ടി സാധനമാണ് കേട്ടോ ഈ പാപ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഉള്ളി അരിഞ്ഞ് വെച്ചിന്, ക്യാപ്സിക്കം, അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒനിയനും ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഉണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അതാ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് നമ്മളെ വഴുതനങ്ങ, അത് തോലുള്ള ഭാഗം വേറെയും തോലില്ലാത്ത ഭാഗം വേറെയായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചത്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു പാൻ ആദ്യം തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ലബനീസ് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാണിച്ച എല്ലാ സാധനവും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ചൂടായിരിക്കണം, അല്ലാണ്ട് ഭയങ്കര ചൂടായി പോകരുത്. ഇതിപ്പം കണ്ട ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഇത് കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു ചൂട് മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ അതാ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള മസാലകളാണിത്. ഇതിനി നമുക്കൊന്ന് ഒരു മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പാപ്രിക്ക പൗഡർ അതും 1 ടീസ്പൂൺ വേണം, പാപ്രിക്ക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഇത് നിർബന്ധമാണ് കേട്ടോ. ഈ ഒരു ഉപ്പും കൂടെ ഇതിൽ ചേർക്കണം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഇനി ഇത് നന്നായിട്ട് പൗഡറായിട്ട് അരച്ചുകൊണ്ട് വരിക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൗഡറായിട്ട് അരച്ചതാണിത്. എൻ്റെ മിക്സിയിൽ കഴിയുന്നിടത്തോളം മാക്സിമം ഞാൻ പൗഡറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവട്ടെ ഈ ഒരു പൗഡർ ഫാമിൽ. ഇതിപ്പോൾ ഞാൻ ഈ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കാനുള്ള പൗഡറേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്കിത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ആ സെയിം പാൻ തന്നെയാണ് വെച്ചത്. അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതിയിട്ട് ഒരു 1/2 കപ്പൊക്കെ വേണ്ടി വരും. കുറച്ച് മുങ്ങിപ്പൊരിയാനുള്ള എണ്ണ വേണം. അതിലേക്ക് നമ്മൾ ആദ്യം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. വട്ടത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് അധികം നൈസായി പോകാനും പാടില്ല, അധികം കട്ടിയിലും ആവരുത്. ഒരു വേവിച്ച് കിട്ടാനുള്ള ഒരു കട്ടിയിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊരിച്ച് വേവിച്ചെടുക്കുക. മീഡിയം തീയിലിട്ട് വേവിക്കണം. കാരണം ഇത് കരിഞ്ഞു പോകാനോ ഉള്ളു വേവാണ്ടിരിക്കാനോ പാടില്ല. ഈ ഒരു വേവന്നെ ഉള്ളൂ, വേറെ വേവൊന്നും വരില്ല. അതുകൊണ്ട് പൊട്ടാറ്റോസ് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. നന്നായിട്ട് വേവണ വരെ ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് കോരി മാറ്റി. ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല വലിയൊരു ട്രയലേക്കാണ് ഞാൻ മാറ്റിയത്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വഴുതനങ്ങാണ് ഇട്ട് കൊടുക്കണം. വഴുതനങ്ങ ഇടുന്ന സമയത്ത് തീ നല്ല ഹൈ ആക്കി വെക്കണേ. കാരണം വഴുതനങ്ങ പെട്ടെന്ന് എണ്ണ കുടിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഈ ഒരു വഴുതനങ്ങ നമുക്ക് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോലിൻ്റെ ഭാഗം വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തോലില്ലാത്ത ഭാഗമാണ് മുറിച്ചത് കേട്ടോ. സെൻറ്ററിലുള്ള ഭാഗമാണിത്. ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാണുള്ളത്. ഇതിപ്പോൾ ഞാനിപ്പോൾ കോരി മാറ്റുകയാണ്. ഇതിപ്പോൾ ഞാൻ വലിയൊരു ട്രേ എടുത്തതാണ്. എല്ലാ പച്ചക്കറിയും ഒന്നിച്ച് കോരി മാറ്റാൻ വേണ്ടിയിട്ട് വലിയൊരു ട്രേ പോലത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിലേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു വഴുതനങ്ങയും കോരി മാറ്റിയത്. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന വലിയ ടൈപ്പുള്ള വഴുതനങ്ങാണിത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് നമ്മളെ വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഇനി ഞാൻ പറഞ്ഞില്ലേ തോലോട് കൂടിയുള്ള ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സൈസിൽ എടുക്കൽ നിർബന്ധമാണ്. ഈ ഒരു സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് വേണം കേട്ടോ. അപ്പോൾ ഞാനത് തോലോട് കൂടിയുള്ള വഴുതനങ്ങ ഞാനിപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ കാണിച്ച എല്ലാ വെജിറ്റബിൾസും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിട്ടോ. ഇത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കൊക്കെ പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ അത് ഞാൻ കാണിച്ച എല്ലാം ഉള്ളി, തക്കാളി, 2 തരത്തിലുള്ള ക്യാപ്സിക്കും, വഴുതനങ്ങയും അതേപോലെ തന്നെ നമ്മളെ ഉരുളക്കിഴങ്ങും ഇത് മൊത്തം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് ആ സെയിം പാൻ തന്നെയാണ് ഞാൻ വെച്ചത്. അതിൽ എണ്ണ ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ആ സെയിം പാൻ തന്നെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിർബന്ധമായിട്ട് വേണ്ടതാണ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ്. ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ടൊമാറ്റോ പേസ്റ്റാണിത്. 1/3 കപ്പൊക്കെ വേണം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ. കണക്ക് പറയുകയാണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും 1 ടീസ്പൂൺ നമ്മൾ സാധാരണ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച പൗഡറിന്ന് ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ലെബനീസ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു എണ്ണ കിടന്നിട്ട് ഒരു മിനിറ്റ് നേരം അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചോയ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ അത് ഇതങ്ങ് ലൂസായത് അങ്ങ് കട്ടിയാവും കേട്ടോ. വല്ലാണ്ട് കട്ടിയാക്കാൻ നിൽക്കണ്ട. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ളു ഉപ്പ്, ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അത്രയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സോസ് റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. അത്രയും ഓയിൽ മതി. ആ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ ഞാനിത് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കും 1/2 കപ്പ് സ്പ്രിംഗ് ഓനിയനും ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്പ്രിംഗ് ഓനിയൻ്റെ വെള്ള ഭാഗമാണ് ഞാനിപ്പോൾ എടുത്തത്. അതും അതേപോലെ തന്നെ ക്യാപ്സിക്കും ഇത് രണ്ടും കൂടെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി. വല്ലാണ്ട് കളറൊന്നും മാറണ്ട. ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ഹൈ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ഒന്ന് വഴന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതാണ്. വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് മുറിച്ചത് വേണമെങ്കിൽ അതും ഇടാം. ഞാനിപ്പോൾ പേസ്റ്റാണ് ഇട്ടത്. അതൊന്ന് നീട്ടിക്കെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ലെബനീസ് മസാല, അതൊരു വലിയ 1.5 ടേബിൾ സ്പൂൺ മസാല വേണം. ഇതിപ്പോൾ വലിയ സ്പൂണാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ മസാല ഇട്ടത്. ആ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ല, നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ ചിക്കനൊക്കെ എത്ര ചേർക്കണം എന്നുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ചേർക്കേണ്ടത്. അത് നിർബന്ധമാണ്. ഒന്നുകിൽ മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ സ്കിന്നോട് കൂടിയുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. അതൊന്ന് അതിൻ്റെ ആ ഒരു നമ്മൾ വഴറ്റി വെച്ച മസാലൻ്റെ മേലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഫ്രൈ ആകുക മീൻസ് അതിൻ്റെ പുറം ഭാഗമാണ് നമുക്ക് ഫ്രൈ ആയി കിട്ടേണ്ടത്. ഉള്ളൊന്നും വേവില്ല. ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന വരെ ഇത് 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗമായിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പുറം ഭാഗം തിരിച്ചിട്ടപ്പോൾ കണ്ടില്ല. അതിൻ്റെ ആ ഒരു സ്കിന്നുള്ള ഭാഗം ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവണം. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. എന്നാൽ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. പുറം ഭാഗം മാത്രം ഒന്ന് ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് ഇപ്പോൾ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം കേട്ടോ. അപ്പോൾ എത്ര കപ്പ് നിങ്ങൾ അരി എടുക്കുകയാണ് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നമുക്കിപ്പോൾ ചോറ് വേവിക്കുമ്പോഴുള്ള അരിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പൊന്ന് മുന്നിട്ട് നിർത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ നമ്മളെ ഗ്രീൻ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ ഭാഗം, പച്ച കളറിലുള്ള ഭാഗം ഞാൻ ഒരു 1/2 കപ്പ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഈ ഒരു ചിക്കൻ നന്നായിട്ട് വേവണം കേട്ടോ. നല്ല ഫുള്ളായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു മീഡിയം തീയാക്കിയാൽ മതി. വല്ലാണ്ട് സിമ്മൊന്നും ആക്കി വെക്കണ്ട. ഇപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ തീയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ചിക്കന് നമ്മൾ ഈ നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ. കോരി മാറ്റിയാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ചിക്കൻ മാത്രം.
അപ്പോൾ ഞാനിത് എല്ലാ ചിക്കനും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോക്ക് മാത്രമാണ് ഈ ഒരു ചെമ്പിൽ വേണ്ടി കേട്ടോ. ഈ ചിക്കനൊക്കെ ഞാൻ മാറ്റി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള ഈ ഒരു സ്പ്രിംഗ് അനിയനും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട. അതിൽ നിന്ന് കോരി മാറ്റാം. ഒരു ഓട്ടപാത്രം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാനിപ്പോൾ എടുത്ത പോലത്തെ ഒരു കോരി കൊണ്ട് കോരിയാൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇതിനെ കൊണ്ട് പിഴിഞ്ഞിട്ട് അതിലുള്ള സ്റ്റോക്ക് മുഴുവൻ ആ ചെമ്പിലേക്ക് തന്നെ ഒഴിക്കണേ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ പിഴിഞ്ഞ് വെച്ചതാണിത്. ഇനിയിപ്പോൾ ഇത് സ്റ്റോക്ക് മാത്രമായി കണ്ടില്ലേ. ഈ ഒരു സ്റ്റോക്കിലാണ് നമ്മളിനി റൈസ് വേവിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് മാറ്റി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് ഞാൻ നേരത്തെ ഇരട്ടി വെള്ളം എടുത്ത് വെച്ചതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ സെല്ല ബസ്മതി റൈസ്, നമ്മൾ മന്തി ഉണ്ടാക്കുന്ന റൈസാണിത്. പുഴുങ്ങലരി തന്നെ കുറച്ച് നീളമുള്ള അരിയാണിത്, മന്തിൻ്റെ റൈസ്. ആ റൈസാണ് ഞാൻ എടുത്തത്. ഞാനിപ്പോൾ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എത്രയാണോ അരി എത്ര കപ്പ് ഉണ്ടെന്നുള്ളത് അളന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡബിളാണ് വെള്ളം വേണ്ടിയത് കേട്ടോ. ആ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇപ്പോൾ അതാ ആ അരി മുഴുവൻ ഞാൻ പിന്നെ ചേർക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ അരി പൊതിർത്തി വെക്കാൻ പാടില്ല കേട്ടോ. മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അരി പൊതിർത്തി വെക്കാൻ പാടില്ല. കഴുകിയിട്ട് അപ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. അരിയും ഈ ഒരു വെള്ളം കൂടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയാൽ ഒരു 2 കയ്യിൽ വെള്ളം ഈ ഒരു സ്റ്റോക്ക് നമുക്കൊന്ന് മാറ്റി വെക്കണേ. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. കുറച്ച് സ്റ്റോക്ക് അപ്പോൾ അതൊരു 3 കയ്യിലേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ വേറൊരു കപ്പിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ട് വല്ലാണ്ടങ്ങ് വറ്റി ഡ്രൈ ആക്കാൻ നിൽക്കണ്ട. ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഒരു 90% കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് മാറ്റി വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ കാണിച്ചൊരു സോസില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അതും എടുത്ത് വെക്കുക. ഈ ഒരു സോസിലേക്ക് ഇതിൻ്റെ പകുതി റൈസ് ഈ ഒരു സോസിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പകുതി ആ ചെമ്പ് തന്നെ നിന്നോട്ടെ, പകുതി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി റൈസ് ഇതിലേക്ക് ഈ ഒരു സോസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഈ ഒരു സോസ്. ഇനി ഇത് അരി പൊട്ടിപ്പോവാണ്ട് ഈ ഒരു സോസിൽ ഈ ഒരു റൈസ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റൈസ് പൊട്ടിപ്പോവരുത്. റൈസ് പൊട്ടിപ്പോവരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ ഉണ്ടാക്കണം. അപ്പോൾ റൈസ് പൊട്ടിപ്പോയാൽ നമുക്കൊരു റിമാർക്കാണ്. റൈസ് പൊട്ടിയ ചോറ് എന്താ പറയുക, എപ്പോഴും അതിനൊരു പെർഫെക്റ്റ് ആണെന്ന് പറയില്ല. അതുകൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് റൈസ് പൊട്ടിപ്പോവാണ്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി മറ്റേ പകുതി ഉണ്ടല്ലോ, ബാക്കി പകുതി, ആ പകുതിയിലേക്ക് ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ റോസ് വാട്ടർ, 1 ടീസ്പൂൺ റോസ് വാട്ടറിൽ കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളറിന് പകരം വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കളറാണ് ചേർത്തത്, കാരണം വീഡിയോ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫുഡ് കളറാണ് ചേർത്തത്. യെല്ലോ കളറ് റോസ് വാട്ടറിൽ കലക്കിയതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു യെല്ലോവും അതേപോലെ തന്നെ ഈ ഒരു ക്രീമും കൂടെ വരുന്ന ഒരു റൈസാവും. അപ്പോൾ അത് കണ്ടില്ലേ, ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു കാണുമ്പോൾ മന്തി റൈസൊക്കെ പോലെയുള്ള ഒരു യെല്ലോ റൈസായി മാറിയിട്ടുണ്ട്. അപ്പോൾ 2 റൈസും നമ്മളിതിവിടെ റെഡിയായി. ഇനിയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു വലിയ തട്ട് വേണം കേട്ടോ. ഇങ്ങനത്തെ ഒരു വലിയ സ്റ്റീലിൻ്റെ തട്ടിലാണ് നമ്മളിത് സാധാരണയായിട്ട് സെർവ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതിൽ കൊള്ളുന്ന ഒരു പാത്രം വേണം. അപ്പോൾ ഈ ഒരു ചെമ്പിൻ്റെ 2 ഭാഗത്തുള്ള കൈ ഞാൻ അസ്ലങ്കാനെ കൊണ്ട് ഊരിച്ചതാണ് കേട്ടോ. അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കിത് തിരിച്ചിടണം. അപ്പോഴാണ് ഇത് അപ്സൈഡ് ഡൗൺ എന്നുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് വരിക. ഇങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗം ഇവിടെ ഈ ഒരു പ്ലേറ്റിൽ തട്ടി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഹാൻഡിൽ മാറ്റിയത്. അപ്പോൾ അതാ ഞാൻ ഹാൻഡിൽ മാറ്റിയിട്ട് ഇതിന് കണക്കായിട്ടുള്ള ചെമ്പായിട്ട് എടുത്ത് വെച്ചതാണ്. ഇനി ഇത് നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസാണ്. ഇതിന് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സ്കിന്നോട് കൂടിയുള്ള നമ്മളെ എഗ് പ്ലാന്റ് ഉണ്ടല്ലോ, ബ്രിഞ്ചാൽ, വഴുതനങ്ങ, ആ വഴുതനങ്ങ നമ്മളിങ്ങനെ നീളത്തിൽ ഈ ചെമ്പിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് വെക്കേണ്ടത്. വെക്കുമ്പോൾ അതിൻ്റെതായ ഭംഗിയിൽ വെക്കുക കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമ്മൾ വഴുതനങ്ങ വെക്കേണ്ടത്. ഇതിന് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്ത് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൊട്ടാറ്റോസ് ഇതിൻ്റെ ഇടയിൽ വെക്കുക. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കലാബോധം പോലെ ചെയ്യുക. പക്ഷേ ഈ ഒരു സ്കിന്നോട് കൂടിയുള്ള വഴുതനങ്ങ ഇങ്ങനെ തന്നെ വെക്കണേ. എന്നിട്ട് ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അടുത്തത് ക്യാപ്സിക്കാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള മൊത്തം വേവിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്യുക തന്നെ വേണം കേട്ടോ. ഈ ഒരു എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യൽ ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പാണ്. അങ്ങനെ തന്നെ വേവിച്ചെടുക്കണേ വെജിറ്റബിൾസ്. അപ്പോൾ അത് ഞാൻ ഏകദേശം കുറച്ചൊക്കെ വെജിറ്റബിൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ വഴുതനങ്ങ, അതിൻ്റെ സ്കിന്നില്ലാത്ത വഴുതനങ്ങ പൊരിച്ചത്, അതും ഇതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു ചെമ്പിൻ്റെ പകുതി ഭാഗത്തോളം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ ചിക്കനാണ്. അപ്പോൾ ചിക്കനും ഒരു ലെയർ ഫുള്ളായിട്ട് നമ്മൾ ചിക്കനും വെച്ച് കൊടുക്കുക.
അപ്പോൾ അത് ഞാൻ ഒരു ലെയർ ഫുള്ളായിട്ട് അടുത്തത് ചിക്കനാണ് വന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് യെല്ലോ റൈസാണ്. ആ യെല്ലോ റൈസ് നന്നായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം പ്രസ് ചെയ്യണം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട്, വല്ലാണ്ടല്ല എന്നാലും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെ റെഡ് കളറിലുള്ള റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള റൈസ് ഇതിന് നിർബന്ധമാണ്. അതാണ് മക്ലൂബ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റെഡ് റൈസും ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ സൈഡിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഒരു ചെമ്പിൻ്റെ നടുവിലായിട്ട് ഒരു കുറച്ചും കൂടെ യെല്ലോ റൈസ് ബാക്കിയുണ്ട്. അത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചെമ്പ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെഡ് റൈസും ഇതിലൊന്ന് നല്ല കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ടങ്ങ് പ്രസ് ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള മൊത്തം വെജിറ്റബിൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ഞാൻ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കൈ കൊണ്ടൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മൂടിയിട്ട് അടുപ്പിലേക്ക് വെക്കുക. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ചെമ്പ് ഒന്ന് ചൂടാകണ വരെ, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാകണ വരെ ഇത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചെമ്പൊന്ന് ചെറുതായിട്ട് ചൂടാവട്ടെ. അപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇങ്ങനെ ഇതിൻ്റെ മേലെ മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു റൈസിൻ്റെ ആ ഒരു ഡ്രൈ ആയി പോണത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സോഫ്റ്റായിട്ട് റൈസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ 10 മിനിറ്റ് നേരം ഇത് ദം ചെയ്തെടുത്തതാണ് കേട്ടോ. ചെറിയ തീയിൽ ദം ചെയ്തെടുത്തതാണ്. ഇതാണ് നമ്മളെ മക്ലൂബ റൈസ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 10 മിനിറ്റ് നേരം ഞാൻ ചെറിയ തീയിൽ ഇതൊന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മക്ലൂബ റൈസ് അടിപൊളി റൈസാണ് ഇന്ന് ചെയ്ത്. ഇനി ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തിരിച്ചിടണം. അപ്സൈഡ് ഡൗൺ ആയിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സ്റ്റീലിൻ്റെ തട്ടാണ് വെച്ചത്. ഇനി നമുക്കിത് തിരിച്ചിടണം കേട്ടോ. ഈ ചെമ്പ് കറക്റ്റ് അടി മേലായിട്ട് വരുന്ന രീതിയിൽ ഇതൊന്ന് തിരിച്ചിടുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കറക്റ്റ് പാകത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കറക്റ്റ് ഇതിങ്ങനെ തിരിച്ചിടാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെടുക്കുന്ന സമയത്ത് അരിങ്ങ് വീണ് പോകും. ഇതിങ്ങനെ ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇങ്ങനത്തെ റൈസ് ഉണ്ടാക്കാം. നമ്മളെ പാർട്ടിക്കും പരിപാടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റൈസാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം അങ്ങനെ അങ്ങോട്ട് കോമൺ ആയിട്ടുമില്ല. അപ്പോൾ അത് കണ്ടല്ലോ, അടിപൊളി റൈസാണിത്. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. 2 തരത്തിലുള്ള റൈസാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാ വെജിറ്റബിൾസും. പിന്നെ ഇതിൽ നിർബന്ധമായിട്ട് ചേർക്കേണ്ട ഒരു വെജിറ്റബിളാണ് നമ്മളെ കോളിഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലേ, ഈ ഒരു റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള മക്ലൂബാണിത്. ഈ ഒരു ലെബനീസ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു വരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ ഒരു കമൻറ്റും എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക കേട്ടോ. ഉള്ളിൽ ചിക്കൻ വെജിറ്റബിൾസ് 2 തരം റൈസാണത്. ചിക്കൻ വന്നതിൻ്റെ ഇതൊക്കെ വന്നല്ലോ, തക്കാളി സിദ്ധമാണ്. കഴിച്ചിട്ടുണ്ടെന്ന് പറയും. വേറെ ടേസ്റ്റ് അല്ലേ അല്ലേ? ഒന്നിച്ച് കഴിക്കല വെജിറ്റബിൾസും ചിക്കനും എല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.